Independence of random variable. Next problem ആണ്. Given the joint probability masses of f of xy equal to 1 by 4. Okay. For xy 1 1 1 2 2 1 2 2. Examine whether x and y are independent. അപ്പോൾ ഇവിടെ എക്സിനും വൈക്കും ഈ തന്നിരിക്കുന്ന ഏത് വാല്യൂ ഐ മീൻ f11 ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും 1/4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ഏത് വന്നാലും എക്സ് വൈക്ക് ഇതിൽ ഏത് വന്നാലും അന്നേരം എല്ലാം കിട്ടേണ്ട പ്രോബബിലിറ്റി എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈ എന്താണ്? 1/4. ഇനി എഫ് ഓഫ് സെക്കൻഡ് കേസ് 1 2 ആണെങ്കിൽ എന്തായിരിക്കും പ്രോബബിലിറ്റി? സെയിം തന്നെ 1/4. അടുത്ത എഫ് ഓഫ് 2 1 വന്നാലും അത് തന്നെ, എഫ് ഓഫ് 2 2 വന്നാലും സെയിം തന്നെ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സും വൈയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കപ്പം ഇൻഡിപെൻഡൻസിന് എന്തായിരുന്നു വേണ്ടത്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ അല്ലേ? ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് f1 ഓഫ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ചെക്ക് ചെയ്യാം. f1 ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിനെല്ലാം 1 ആയിരിക്കണം, വൈയുടെ വാല്യൂസ് ചേഞ്ച് ആവാം. f1 ഓഫ് 1 അപ്പൊ എക്സിനെല്ലാം 1 വരുമ്പോൾ എന്ത് വരും? എക്സിന് 1, വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ദാറ്റ് മീൻസ് f11 പ്ലസ് f12 എടുക്കാമല്ലോ. ഈ രണ്ടെണ്ണം അല്ലേ എക്സിന് 1 വരുന്ന കേസുള്ളൂ. ആദ്യത്തെ രണ്ടെണ്ണം അല്ലേ എക്സിന് 1 വരുന്നുള്ളൂ. അടുത്തത് എക്സിന് പിന്നെ 2 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ പ്രോബബിലിറ്റി എന്നൊരു 1/4 പ്ലസ് 1/4 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/2. നെക്സ്റ്റ് വൺ f12 എടുക്കാം. f12 എന്ത് വരും? f12 എന്ന് പറയുമ്പോൾ എക്സിനല്ല 2 ഇട്ട് കൊടുക്കാം. ദാറ്റ് മീൻസ് എഫ് ഓഫ് 21 പ്ലസ് എഫ് ഓഫ് 22 ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു അഗെയിൻ 1/4 പ്ലസ് 1/4 ദാറ്റ്സ് ഈക്വൽ ടു 1/2. അടുത്ത ഇനി എടുക്കാൻ പറ്റുന്ന കേസ് ഏതാ? f13 എന്തോരും? 13 ഇല്ലല്ലോ പറഞ്ഞല്ലോ, 3യുടെ വാല്യൂ ഇല്ല അല്ലേ? അപ്പൊ ഇനിയിപ്പോ f2 ഓഫ് 1 അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്? വൈക്കെല്ലാം 1 വരിക. വൈക്ക് 1 വരിക എന്ന് പറയുമ്പോൾ f11 പ്ലസ് f21. വൈ ആണല്ലോ ഇവിടെ 1 വന്നേക്കുന്നത്. f11 വരുമ്പം എന്താണ്? 1/4 പ്ലസ് f21 വരുമ്പോൾ അഗൈൻ 1/4 ദാറ്റ്സ് ഈക്വൽ ടു 1/2. അടുത്തത് f22 നോക്കാം. വൈക്കെല്ലാം 2, വൈക്കാണ് 2 വരുന്നത്. അപ്പം f12 പ്ലസ് f22. y2 തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഇതിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ മാത്രം വേരി ചെയ്തു. അപ്പോൾ എന്താണ്? 1/4 പ്ലസ് 1/4 ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പൊ നമുക്കിനി ഓരോ കേസ് എടുത്ത് നോക്കാം. ഇനി f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ കിട്ടണമെന്നല്ലേ നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്? അപ്പൊ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് നമുക്ക് ചെയ്തിട്ട് നോക്കാം. f1 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് ഞാൻ f1 ഓഫ് 1ഉം f2 ഓഫ് 1 ചെക്ക് ചെയ്യുന്നു. എന്തൊരു f1 ഓഫ് 1 എന്താ? 1/2. f2 ഓഫ് 1 എന്താ? അതും 1/2. then this is equal to 1/4. ഇത് തന്നെയല്ലേ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ? അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആണ്. അടുത്തൂടെ ചെക്ക് ചെയ്യാം. f1 ഓഫ് 2 ഇൻറ്റു f2 ഓഫ് 1 എടുക്കണമെങ്കിൽ 1 എടുക്കാം. ഞാൻ റാൻഡമായിട്ട് ഇപ്പോൾ കുറച്ച് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഏകദേശം കാണുമ്പോൾ നമുക്കറിയാലോ. അതും 1/2 ഇൻറ്റു 1/2, അതും 1/4 ആണല്ലോ അല്ലേ? ഇതിൽ ഏത് കോമ്പിനേഷൻ എടുത്താലും നമുക്ക് എന്തായിരിക്കും കിട്ടുക? 1/2 ഇൻറ്റു 1/2 1/4. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സും വൈയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. Here f of xy equal to f1 of x into f2 of y. Therefore, x and y are independent. ഇവിടെ ഇതൂടെ എഴുതിയേക്കണേ. For all xy ഏതൊക്കെയായിരുന്നു? ഇതിന് മാത്രം. ചിലപ്പോൾ 3-1 ഉം 3-2 ഒക്കെ വരുമ്പോൾ വേറെ പ്രോബബിലിറ്റി ആണല്ലോ. ആകെപ്പാടെ നമുക്ക് തന്നിരിക്കുന്ന കേസസ് ഇത്ര എണ്ണമല്ലേ ഉള്ളൂ. f11 1 2 2 1 2 2 1 1 1 2 2 1 2 2. ഇത്രയും ഈ കേസസിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം
given the joint PMF PMF ആണല്ലോ വരേണ്ടത് കാരണം ഇവിടെ എക്സിന്റെ വാല്യൂ 0 1 2 ആണല്ലോ ഓക്കെ PMF f of xy equal to 1 by 72 2x plus 3y x equal to 0 1 2 y equal to 1 2 3 discrete ആണല്ലോ question വരിക find the marginal PMF of x and y marginal PMF of x and y and examine whether x and y are independent. Marginal PMF find out later and multiply f of xy വരുന്നുണ്ടോ നോക്കിയാൽ മതി. Probability distribution of z equal to xy. Conditional distribution of y given z equal to 2. Okay. അപ്പോൾ എസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണിത്. നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത് മാർജിനൽ പി എം എഫ് വേണം. മാർജിനൽ പി എം എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മാർജിനൽ പി എം എഫ് ഓഫ് marginal PMF of x. x in calculate f1 of x. This is equal to summation over x f of xy. അല്ലേ അപ്പോൾ എന്തുവരും summation over y ആണല്ലോ എക്സിനെ കീപ്പ് ചെയ്യണം വൈനെ മാറ്റണം വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത് 1 2 3 summation y equal to 1 2 3 f of xy എന്താണ് 1 by 72 into 2x plus 3y ആണല്ലോ അപ്പോൾ x അതുപോലെ നിൽക്കട്ടെ yക്കുള്ള വാല്യൂസ് എല്ലാം കൊടുക്കാം 1 by 72 കോൺസ്റ്റന്റ് കിടക്കട്ടെ ഓരോരുത്തരത്തേനും കൊടുക്കാൻ പോകണ്ട 2x plus അടുത്ത എന്തായിരുന്നു yക്ക് 1 കൊടുക്കാം 3 into 1 plus 2x plus 3 into 2 plus 2x plus 3 into 3 ആണല്ലോ this is equal to 1 by 72 into എത്ര 2x ഉണ്ട് 2x plus 2x plus 2x 6x plus 3 6 9 അല്ലേ 3 plus 6 plus 9 അപ്പോൾ എന്തോരം 18 ആണല്ലോ വലിയ ബ്രാക്കറ്റിനൊന്നും ആവശ്യമില്ല 6x plus 18 അപ്പോൾ അത് 6 കോമൺ എടുക്കാമല്ലോ 6 കോമൺ എടുക്കുവാണെങ്കിൽ by 72 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ഇവിടെ വരുമ്പോൾ 2 times ഓക്കെ 12 അപ്പോൾ എന്ത് കിട്ടി 1 by 72 into x is 1 by 12 into x plus 3 അപ്പോൾ ഇവിടെ x ന്റെ വാല്യൂ എങ്ങനെയൊക്കെയാ വേരി ചെയ്യുന്നത് x can take 0 1 and 2 ശരിക്കും നമ്മൾ ലാസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നായിരുന്നല്ലോ ഇങ്ങനെ തന്നിട്ട് അപ്പോൾ നമ്മൾ ഫൈനലി എഴുതുന്ന ഡിസ്ട്രിബ്യൂഷനകത്ത് ടേബിൾ വരച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ അവിടെ വരിക ഇതും അതേപോലെ നമുക്ക് എഴുതാം എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ 0 1 and 2 അങ്ങനെയാണെങ്കിൽ f1 of x എന്തോരും എക്സിന് ഓരോ വാല്യൂസും ഇട്ട് കൊടുക്കണം അതനുസരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എഴുതാം ഇക്വേഷൻ ആയിട്ട് തന്നേക്കുന്നുണ്ട് ഫൈനൽ നമ്മൾ ഇങ്ങനെ തന്നെ കൺക്ലൂഡ് ചെയ്ത് പോയേക്കുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ അടുത്തത് ഇതിന് മുന്നേ ടേബിൾ വരച്ച് ചെയ്യുന്നതിനകത്തെല്ലാം ഇതേ ഇങ്ങനെ ചെയ്യുന്നതിനകത്തെല്ലാം വരുന്ന ഇതിന്റെ ഫൈനൽ ഇതിനകത്ത് എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്ന ആ ആൻസർ ആയിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് രണ്ട് കേസാണ് രണ്ട് രീതിയിലാണ് ചെയ്യുന്നതേ ഉള്ളൂ ഫൈനൽ രണ്ടും ഒരേപോലെ എത്തിക്കാൻ പറ്റും അടുത്തത് മാർജിനൽ PMF ഓഫ് y യുടെ മാർജിനൽ PMFന്റെ ഇക്വേഷൻ എന്തായിരുന്നു f2 of y equal to summation over y keep ചെയ്യണം so x f of xy this is equal to summation over x ന്റെ വാല്യൂ 0 1 and 2 അല്ലേ 0 to 2 1 by 72 into equation 2x plus 3y അപ്പോൾ ഇനി വാല്യൂസ് ഓരോന്ന് കൊടുക്കാം 1 by 72 കോമൺ കിടക്കട്ടെ 2 into 0 plus 3y plus 2 into 1 ആദ്യത്തെ കേസ് എക്സിന് 0 കൊടുത്തു അടുത്ത എക്സിന് 1 കൊടുക്കുന്നു 0 plus 3y അടുത്ത എക്സിന് കൊടുക്കേണ്ട വാല്യൂ ഏത് എവിടെ വരെ പോകാൻ പാടുള്ളൂ 2 വരെ പോകാൻ പാടുള്ളൂ x can take 0 1 and 2
അടുത്തെന്തൊരു 2 into 2 plus 3y. 1 by 72, 0, 2. അപ്പോൾ ഇവിടെ 6 ആണല്ലോ വരുന്നത്. 3y plus 3y plus 3y 9y. നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന 3 അല്ലേ ഉള്ളൂ. 3, 2 plus 3y divided by 72. കട്ട് ചെയ്യുമ്പം 2, 24 അല്ലേ. അപ്പം നമുക്ക് എന്തോന്നു 2 plus 3y by 24. ആൻഡ് വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ? വൈ വരുന്ന 1, 2, 3 അല്ലായിരുന്നു. നമ്മൾ വൈയുടെ വാല്യൂ എടുത്തിരുന്നത് 1, 2 and 3. ഓക്കെ. അപ്പോൾ മാർജിനൽ പി എം എഫ് ആയല്ലോ. f1 of x നമുക്ക് കിട്ടിയത് 1 by 12 into x plus 3, and x can take 0, 1 and 2. Then f2 of y ഇപ്പം നമുക്ക് കിട്ടിയത് 1 by 24 into 2 plus 3y അല്ലേ. 2 plus 3y. Okay, y can take 1, 2 and 3. ഇനി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ f1 of x into f2 of y എന്താ വരിക? 1 by 12 into 1 by 24 into x plus 3 into 2 plus 3y. ഇതേതായാലും 24 to 40, 48. ഇതേതായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by 72 വരില്ല. സപ്പോസ് ഇതിന് 1 by 72 വന്നാലും 12 into 10 വരുമ്പോൾ ഇവിടെ വരുമ്പോൾ 288 ആണല്ലോ വരണ്ടേ. ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x പ്ലസ് ഇവിടെ 3xy ഒക്കെ വരുന്നുണ്ട്. This is common എടുത്താൽ not equal to f of xy. That means the given function is not given, x and y are not independent. That is x and y are dependent. ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് z equal to x into y. അപ്പം നമുക്ക് വേണ്ടത് z equal to x into y എന്നാണ്. xന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയായിരുന്നു? x can take 0, 1 and 2 and y can take. എപ്പോഴും xന് എടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ നമ്മൾ സ്മോൾ ലെറ്റർ x ആയിട്ടാണ് കാണിക്കുന്നത്. 1, 2 and 3. അങ്ങനെയാണെങ്കിൽ ഇസഡിന് പറ്റുന്ന വാല്യൂസ് ഏതാ? 0 വരാം, 0 into 1, 0 into 2 ആണെങ്കിലും 0, 0 into 3 ആണെങ്കിലും 0. അപ്പോൾ 0 വന്നു. ഇനി 1 into 1 1 വരാം, 1 into 2 2 വരാം, 1 into 3 3 വരാം. ഓക്കെ, ഈ 1 വെച്ചിട്ട് ഇതിനെ 3നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അടുത്ത 2 വെച്ച് നോക്കാം. 2 into 1 2, അത് ഓൾറെഡി നമ്മൾ എഴുതി. അടുത്തത് 2 into 2, 2 into 2 എന്ന് പറയുമ്പോൾ 4. അടുത്തത് 2 into 3 6. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണല്ലോ എക്സിന് വരാൻ പറ്റുന്നത്. ഇസഡിന് വരാൻ പറ്റുന്ന എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, റെപ്പറ്റീഷൻ ഒഴിവാക്കുക. അപ്പോൾ ഓർഡർ അനുസരിച്ച് പോകുന്നതാണ് ബെറ്റർ. ആദ്യം എക്സിൻ്റെ ഒരു ഡിജിറ്റ് എടുക്കുക, അത് വെച്ചിട്ട് വൈയിലെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, അത് എഴുതുക. പിന്നെ എക്സിൻ്റെ അടുത്ത ഡിജിറ്റ് എടുക്കുക, വൈയിലെല്ലാം ഓരോന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക. അതേപോലെ ചെയ്തു പോവാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താ? ഇസഡിന് എടുക്കാൻ പറ്റുന്നത് പി ഓഫ് ഇസഡ് ഈക്വൽ ടു 0 അല്ലേ വരുന്നത്. ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസ് വരും? ഇസഡിന് 0 വരണമെങ്കിൽ എന്തൊക്കെ വരണം? എക്സ് 0 ആകാം, അതേപോലെ y1 വന്നാൽ ഇസഡ് 0 വരാം. അടുത്തത് പി ഓഫ് എക്സ് 0 വരാം, y2 വന്നാലും ഇസഡ് 0 ആയിരിക്കും. പി ഓഫ് എക്സ് 0 തന്നെ, y3. ഈ 3 കേസിലും ഇസഡിന് 0 ആണല്ലോ വരിക. അപ്പോൾ ഇനി ഓരോ കേസസിലെ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകണം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു?
1/72 ഇൻറ്റു നമ്മളിവിടെ 2x plus 3y ആണ് എഫ് ഓഫ് എക്സ് വൈ. 1/72 ഇൻറ്റു 2x plus 3y. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് വൈയിൽ ആദ്യത്തെ കേസ് എക്സിന് 0 വൈക്ക് 1. അപ്പോൾ എന്ത് വരും? 1/72. ഇവിടെ ഞാൻ 1/72 കോമൺ എടുക്കുകയാണ്. എക്സും വൈ മാത്രം ഇപ്പം ഞാൻ കൊടുക്കുന്നുള്ളൂ ഇത്രയും കേസിനെ. റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാണ്. ഈ 3 പ്രാവശ്യം 1/72 ഫ്രണ്ട് വരുമല്ലോ. എക്സിന് 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് അടുത്തതും 1/72 വരും. ഞാനിവിടെ കോമൺ ആയിട്ട് ആ 1/72 കൊടുത്തിട്ടുണ്ട്. ഇനി എക്സിന് 0 തന്നെ 2 ഇൻറ്റു 0 പ്ലസ് വൈക്ക് എന്താണ് 2. അടുത്തെന്താ 1/72 പുറത്തുണ്ട്. അപ്പോൾ ഇനി എക്സിൻ്റെയും വൈയുടെയും വാല്യൂ മാത്രം കൊടുത്താൽ മതി. 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 3. ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. എന്ത് വരും? 1/72 ഇൻറ്റു 3 പ്ലസ് 6 പ്ലസ് 9. ഇത് നമ്മൾ നേരത്തെ 72 ഒരെണ്ണം ചെയ്തായിരുന്നല്ലോ. 18/72 കിട്ടി. ഓക്കെ, ഇനി z ഈക്വൽ ടു 0 വന്നു. അടുത്ത കേസ് ഏതാ? പി ഓഫ് z ഈക്വൽ ടു 1. ഇസഡിന് 1 വരണമെങ്കിൽ ഏതൊക്കെ കേസാണ് വരുന്നത്? x1ഉം y1ഉം വരിക എന്നല്ലേ ഓപ്ഷൻ ഉള്ളൂ, വേറൊന്നും വരത്തില്ലോ. മീൻസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 1 കിട്ടണമെങ്കിൽ എക്സും വൈയും 1 വന്നാലേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ x1ഉം y1ഉം വരുവാണെങ്കിൽ ഇക്വേഷൻ എന്തോരും? എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/72 എക്സിന് 1 കൊടുക്കാം. അപ്പോൾ എന്തോന്നു? 2 ഇൻറ്റു 1 പ്ലസ് വൈക്ക് 1 കൊടുക്കാം. 3 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 5/72. അടുത്ത ഇസഡിന് പറ്റുന്ന കൊടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാ? 2 അല്ലേ? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ ഇസഡിന് അടുത്ത് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 2 ആകുമ്പോഴത്തേക്കിന് എന്ത് വരും? പി ഓഫ് x1 y1 ആവാം ഒരു കേസ് ആണല്ലോ. അടുത്ത ഏതാ? പ്ലസ് x2 അതേപോലെ സോറി x1 y1 ആണല്ലോ, y2 y1ഉം വരാം. ഇതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് കേസ്, x1ഉം y2ഉം x2ഉം y1ഉം. അപ്പോൾ എന്തോരും? 1/72 ഇൻറ്റു 2x പ്ലസ് 3y എന്നല്ല ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നത്. 2x plus 3y. 2 into 1 plus 3 into 2. അടുത്തത് 2x. 2 into 2 plus 3 into 1. എന്തോന്നു? 1/72 into 5 plus 7. ഇവിടെ ഓക്കെ 4 7 ഇവിടെ 5 അല്ലോ, 3 into 2 ഉണ്ടായിരുന്നു അല്ലേ? 8 plus 7. അപ്പം എന്തോന്നു? 14/72. ഞാനിപ്പോൾ ഒന്ന് 14 അപ്പോൾ 14 അല്ലോ 15 അല്ലേ? ഞാനിവിടെ ഒന്നും കട്ട് ചെയ്യുന്നില്ല. 15 ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യുന്നില്ല. റീസൺ നമുക്ക് ലാസ്റ്റ് ഇത് എഴുതുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. ഇസഡിന് അടുത്തെടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാ? 3 കൊടുക്കാം. 3 കൊടുക്കാന്ന് പറയുമ്പോൾ x1ഉം വൈക്ക് 3 ഉണ്ടായിരുന്നു. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ വൈക്ക് 3 ഉണ്ടായിരുന്നു. x1ഉം y3 പറ്റും. അടുത്ത പ്ലസ് പിന്നെന്താ ഓപ്ഷൻ വരിക? x3 ഇല്ല അല്ലേ? പി ഓഫ് x3 y1. എക്സിന് 3 ഇല്ല. എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 0 1 and 2ഉം വൈക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 1 2 and 3 ആണ്. അപ്പൊ 3 കിട്ടണമെങ്കിൽ വൈക്ക് 3ഉം x1ഉം വരിക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തോരും? 1/72 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 3y അല്ലേ? 3 ഇൻറ്റു 3 11 11/72 ആണല്ലോ. അടുത്ത പി ഓഫ് ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുന്ന ഒറ്റ കേസല്ലേ ഉള്ളൂ. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 2. വേറെ ഒന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടില്ലല്ലോ. അപ്പൊ എന്തോരും? 1/72 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2. അപ്പോൾ 4 പ്ലസ് 6 10/72. അടുത്ത ഇനിയിപ്പോൾ ഇസഡിന് വരാൻ പറ്റുന്ന വാല്യൂ തീർന്നില്ല അല്ലേ? 6 കൂടുണ്ട്.
P of Z equal to 6. Z equal to 6 എന്ന് പറയുമ്പോൾ x 0 1 2 y 1 2 3 3യും 2 ഇടാനുള്ള x-ന് 3 y-ക്ക് 2 അല്ല x-ന് 2 y-ക്ക് 3 ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 1/72 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3. അപ്പോൾ 4 9 9 13/72 വന്നു. ഓക്കെ, ഇനി അപ്പം ഞാൻ നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത് എന്താ, ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതണം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിൾ വരച്ചെഴുതത്തില്ലായിരുന്നോ? ഇസഡിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും കൊടുക്കുക. ഇസഡിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസും കറസ്പോണ്ടിങ് എഫ് ഓഫ് ഇസഡും എഫ് ഓഫ് ഇസഡും എഴുതാം. ഇസഡിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0 1 2 3 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു, പിന്നെ 6 ഉണ്ടായിരുന്നു. ഇത്ര വാല്യൂസ് ആണ്. അപ്പോൾ ഇസഡ് 0 ആണെങ്കിൽ എഫ് ഓഫ് 0 എന്തായിരുന്നു വന്നത് 18/72 അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചായിരുന്നു 18/72. അടുത്ത 1 വരുമ്പോൾ എന്തായിരുന്നു 5/72. 2 വരുമ്പോൾ 15/72. ഓക്കെ, 5/72 15/72 ആൻഡ് 11/72 അല്ലേ? പിന്നെന്തായിരുന്നു നമുക്കുണ്ടായിരുന്നത് 10ഉം 13ഉം 10/72 ആൻഡ് 13/72. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y given z equal to 2. y വേരി ചെയ്യാം, പക്ഷെ z 2ൽ തന്നെ നിൽക്കണം. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y given z equal to 2. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് y equal to y. yക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും, yയുടെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു 1 2 and 3 പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാം. പക്ഷെ z എന്താണ് 2 തന്നെ ആയിരിക്കണം. കണ്ടീഷണലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇവിടെ വരുമ്പം ഫസ്റ്റ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് yക്ക് വരെ വാല്യൂ കൊടുക്കുന്നു. എഫ് ഓഫ് y ഈക്വൽ ടു ആദ്യം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാ, നമുക്കിവിടെ y ഈക്വൽ ടു yക്ക് കൊടുക്കാൻ പറ്റുന്ന 1 ആണ് അല്ലേ? z ഈക്വൽ ടു 2, z-നാണല്ലോ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു എന്തോരും എഫ് ഓഫ് 1 2 ഡിവൈഡഡ് ബൈ എഫ്, നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന സഫിക്സിലുള്ളതല്ലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. F2 നമ്മൾ അവിടെ എക്സും വൈയുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇസഡിൻ്റെ മാത്രം ഇക്വേഷൻ എഴുതണം. എഫ് ഓഫ് ഇസഡ് 2 3 ഇത് ഞാൻ കൊടുക്കുന്നില്ല, കാരണം എക്സും വൈക്ക് ഐഡൻറ്റിഫിക്കേഷൻ എഫ് ഓഫ് ഇസഡിന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്ന എഴുതാം, പ്രോബബിലിറ്റി ഓഫ് y 1 ആയിരിക്കണം. അതേപോലെ ഇസഡ് എന്താണ്, ദാറ്റ് മീൻസ് എക്സ് ഇൻറ്റു വൈ എന്താണ്, ഇസഡിന് പകരം ഞാനിങ്ങനെ കൊടുക്കുന്നു എക്സ് ഇൻറ്റു വൈ 2 ആയിരിക്കണം. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇസഡിന് പകരം എക്സ് ഇൻറ്റു വൈ, പ്രോബബിലിറ്റി ഓഫ് ഇസഡ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ 2 ആയിരിക്കണം. ഓക്കെ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 2. അപ്പോൾ ഇസഡ് 2 ആകുന്ന കേസ് എന്ന് പറയുന്നിടത്തല്ല ഞാൻ എക്സ് വൈ എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് ഞാനങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ല എങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ആദ്യത്തെ കേസ്, ആദ്യത്തെ y ഈക്വൽ ടു 1ഉം ആദ്യത്തേത് പി ഓഫ് y ഈക്വൽ ടു 1ഉം എക്സ് വൈ ഇവിടെ നോക്കിയേ, ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. y ഇവിടെ 1 ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനാണെങ്കിൽ എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു അല്ലേ 2 വരിക. y എന്താണേലും 1 ആണ്. എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു 2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? അതേപോലെ സഫിക്സിൽ എന്ത് കൊടുക്കാം, സഫിക്സിൽ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 തന്നെ കൊടുക്കാം. ഇസഡിൻ്റെ ടേം തന്നെ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ കാരണം ഇത് ഡയറക്റ്റ്ലി കിട്ടും. ഇവിടെ നമ്മൾ ഇനി ഒന്നുകൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ് വൈ 2 ആകുന്ന കേസ് നമ്മുടെ ഇതിനകത്ത് നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് ഇടാൻ പോകുന്നത്, എഫ് ഓഫ് എക്സ് വൈ യൂസ് ചെയ്യാൻ പോകുന്നത് 1/72 ഇൻറ്റു 2x പ്ലസ് 3y ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക്
എന്താണ് y ഉണ്ട്, എക്സിന്റെ ടേം ഇടാനില്ല, അതുകൊണ്ട് ന്യൂമറേറ്ററിൽ നമ്മൾ സെയിം തന്നെ യൂസ് ചെയ്യുന്നു. ഡിനോമിനേറ്റർ വരുമ്പോൾ നമ്മുടെ ഇസഡിന്റെ ടേം തന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഇസഡ് 2 വരുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പി ഓഫ് y ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1. അപ്പൊ എന്തോരും 1/72 ഇൻറ്റു 2 ഇൻറ്റു 2x ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കി എക്സിന്റെ വാല്യൂ എന്തോരും, എക്സ് ഇൻറ്റു 1 ആണ് 2. അപ്പൊ എക്സ് എന്തായിരിക്കും 2 തന്നെ. അതുപോലെ 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ പി ഓഫ് ഇസഡ് ഈക്വൽ ടു 2 വരുമ്പോൾ എന്താണ് വരിക, 15/72. കാരണം സഫിക്സിൽ നമ്മൾ അല്ലാതെ ഇനിയും ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ലെങ്തി ആവും. ഇവിടെ ഡയറക്റ്റ് ഇസഡ് കൊടുക്കാമല്ലോ, വേറെ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ലല്ലോ. മീൻസ് വൈക്കും എക്സിനും ഒന്നും സെപ്പറേറ്റ് വാല്യൂസ് ഒന്നും ഡിനോമിനേറ്ററിൽ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെ എഴുതാം, 1/72 ഇൻറ്റു 72 ക്യാൻസൽ ആയി, പിന്നെ എന്തോരും ഇവിടെ 7/15 എന്നായി അല്ലേ. ഇതും ക്യാൻസൽ ആയി, പിന്നെ 7/15. അടുത്ത കേസ് എന്തോരും, പിക്ക് വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ 2 ഗിവൺ ഇസഡ് ഈക്വൽ ടു 2. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് y ഈക്വൽ ടു 2, ഇസഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 2 ആണല്ലോ, ഡിവൈഡഡ് ബൈ പി ഓഫ് ഇസഡ് ഈക്വൽ ടു 2. അത് നമുക്ക് ഏതായാലും 15/72 എന്നറിയാം. ഇനി y 2 ആണ്, എക്സ് ഇൻറ്റു വൈയും 2 കിട്ടണം. അപ്പൊ എന്താ വരിക, എക്സിന്റെ വാല്യൂ എന്തായിരിക്കും വരാൻ ചാൻസ്, പി ഓഫ് y ഈക്വൽ ടു 2, ഇസഡ് വേണ്ട, എക്സ് ഇൻറ്റു 2 ഈക്വൽ ടു 2. അതായത് എക്സ് എന്തായിരിക്കണം, അപ്പൊ അവിടെ പി ഓഫ് ഇസഡ് ഈക്വൽ ടു 2. That means P of y equal to 2. ഇവിടുന്ന് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, 1 ആയി, 2/2 ആയി. That's x equal to 1 divided by P of z equal to 2. That's equal to y2 x1 ആകുക എന്ന് പറയുമ്പോൾ 1/72 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 അല്ലേ, ഡിവൈഡഡ് ബൈ 15/72 ആണല്ലോ. 72 കട്ടായി, പിന്നെ 2 പ്ലസ് 6 അല്ലേ, അപ്പൊ എന്തോ 8/15. അടുത്ത കേസ് ഏതാ, പി ഓഫ് y ഈക്വൽ ടു 3 ഗിവൺ z ഈക്വൽ ടു 2. y 3 ആയിരിക്കണം. ദാറ്റ് മീൻസ് പി ഓഫ് y ഈക്വൽ ടു 3, എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു x into y equal to 2 divided by p of z equal to 2. That's equal to p of y equal to 3, x into 3 equal to അല്ലേ 2 എന്ന് വരുന്നേ, സഫിക്സ് അതിനെ ഇറക്കട്ടെ, z equal to 2. എന്തോരും, p of y equal to 3, x എന്ത് വന്നു, x equal to 2/3 ആയി. 3 അപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി, ഡിവിഷൻ ആയി, 2/3 ഡിവൈഡഡ് ബൈ പി ഓഫ്, ഇവിടെ വരുമ്പോൾ എന്തായിരുന്നു ഓപ്ഷൻ, 15/72 തന്നെ. y 3യും x 2/3 ആകുക, y 3യും x 2/3 ആകുക എന്ന് പറയുന്ന, x 2/3 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് 0/15/72. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ ലാസ്റ്റ് കേസ് പോസിബിൾ അല്ല. എക്സിന് 2/3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയായിരുന്നു, 0, 1 ആൻഡ് 2 പറ്റുള്ളൂ, ഡിസ്ക്രീറ്റ് ആണ്. അപ്പൊ ഇനി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതാം. y അല്ലേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്, y ആയിരുന്നു വേരി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനാണെങ്കിൽ എഫ് ഓഫ് y ഗിവൺ z 2 വരുമ്പോൾ ഉള്ള വാല്യൂസ് എന്തൊക്കെയാണ്, 2 കോൺസ്റ്റന്റ് ആണ്, ഫിക്സ്ഡ് ആണ്, അപ്പോൾ ഉള്ള വാല്യൂസ്, ആദ്യത്തെ നമുക്ക് 7/15 കിട്ടി, രണ്ടാമത്തെ നമുക്ക് 8/15 കിട്ടി, മൂന്നാമത്തെ നമുക്ക് ഏതാണ്, 0 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ ഒന്ന് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയാണ് നമ്മുടെ 4th സെം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.